ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഈദ് സ്പെഷ്യൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈദിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. പൈനാപ്പിളും ക്രീമും ബിസ്ക്കറ്റും എല്ലാം ആഡ് ചെയ്തിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു മിൽക്ക് മിക്സ് റെഡിയാക്കിയിട്ട് എടുക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതായത് ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരൊറ്റ ലെയർ മാത്രമേ ഈ ഒരു മിൽക്ക് മിക്സ് ആവശ്യമുള്ളൂ. അപ്പോൾ കുറച്ച് മാത്രം ക്വാണ്ടിറ്റിയിൽ പാലെടുത്താൽ മതി. അപ്പോൾ പാല് ജസ്റ്റ് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കോൺഫ്ലവർ ആഡ് ചെയ്യുക. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ട് നല്ല തിക്കായിട്ട് വേണ്ട, ഒരു മീഡിയം തിക്കിൽ ആണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ എടുത്തിട്ട് അതിലേക്ക് ചൂടില്ലാത്ത പാല് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യുക. പിന്നെ വാനില എസൻസ് ആഡ് ചെയ്യുക, മിൽക്ക് മെയ്ഡ് ഒക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എല്ലാം ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം, ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വാനില എസൻസ് ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളൊരു മിൽക്ക് മിക്സാണ് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും തിക്നെസ്സിൽ നമുക്ക് ചെയ്തിട്ടെടുത്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പുഡിങ് അസംബിൾ ചെയ്തിട്ടെടുക്കലാണ്. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലിയൊരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു മേരിഗോൾഡിൻ്റെ ഈ ഒരു ബിസ്ക്കറ്റാണ്. പിന്നെ കുറച്ച് കോഫി, അതായത് നമ്മൾ നോർമൽ കോഫി ഉണ്ടല്ലോ, ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള കോഫി റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യം നല്ലോണം ഷുഗർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് ആ ഒരു കോഫിയിലൊന്നിങ്ങനെ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു പുഡിങ് ട്രേയിലേക്ക് ഇതുപോലെ ഇങ്ങനെ നിരത്തി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ ഈ ഒരു കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ബിസ്ക്കറ്റ് ആകുമ്പോൾ ആ ഒരു കോഫിയുടെ ഫ്ലേവറും കിട്ടും. പിന്നെ അത് ഒന്ന് വെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ഈ ഒരു എല്ലാത്തിൻ്റെയും കൂടെ കോമ്പിനേഷൻ മിക്സ് ആയിട്ട് വരുമ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അത് വെറ്റ് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ഒരു കോഫിയിൽ ഡിപ്പ് ചെയ്യുന്നത്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ബിസ്ക്കറ്റ് ഇങ്ങനെ ആദ്യം നിരത്തി കൊടുത്തതിൻ്റെ ശേഷം പിന്നെ മുകളിൽ കോഫി ഇങ്ങനെ ജസ്റ്റ് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നതെന്ന് മാത്രം. അപ്പോൾ നെക്സ്റ്റ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് പൈനാപ്പിൾ. അപ്പോൾ പൈനാപ്പിൾ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തിട്ട് നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് പഞ്ചസാരയിലിട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2 കപ്പ് പൈനാപ്പിൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് പിന്നെ അതിലേക്കൊരു ഏകദേശം ഒരു 3/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്തിട്ട് നല്ലോണം വേവിച്ചെടുത്തതാണ്. പിന്നെ എന്നിട്ട് ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പൈനാപ്പിൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ അതിൽ കുറച്ചിങ്ങനെ ആ ഒരു പൈനാപ്പിളിൻ്റെ സിറപ്പ് ഉണ്ടായിരിക്കും. അതും കൂടെ ആ ഒരു ബിസ്ക്കറ്റിൽ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് അതും കൂടെ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അപ്പോഴേക്ക് നമ്മുടെ ആ ഒരു മിൽക്ക് മിക്സ് ഏകദേശം നല്ലോണം തണുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മിൽക്ക് മിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഈ ഒരു ഒറ്റ ലെയറിൽ മാത്രമേ മിൽക്ക് മിക്സ് ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം തിക്നെസ്സിൽ ഇത് സെറ്റ് ചെയ്ത് വരുമ്പോൾ, അതായത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുത്ത് വരുമ്പോൾ ഇത് സെറ്റായിട്ട് വരും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ലെയറായിട്ടും നമ്മൾ ചെയ്യുന്നത് ആ ഒരു ബിസ്ക്കറ്റ് കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ബിസ്ക്കറ്റ് വീണ്ടും അതുപോലെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ബിസ്ക്കറ്റിൻ്റെ മുകളിൽ നമ്മൾ വിളയിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൈനാപ്പിൾ ഉണ്ടല്ലോ, ആ ഒരു പൈനാപ്പിൾ അതുപോലെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൈനാപ്പിളും ബിസ്ക്കറ്റും മിൽക്കും എല്ലാം കൂടെ ഈ ഒരു മിക്സ് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പാർട്ടികൾക്കൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇതിനൊക്കെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കണം. നല്ല സിമ്പിളുമാണ്. നമ്മൾ വീട്ടിലുണ്ടാവുന്ന ചേരുവകൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നെക്സ്റ്റ് ലെയറായിട്ട് ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതായത് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല സ്റ്റിഫ് പീക്ക് ആവണ്ട, അത്യാവശ്യം നല്ല രീതിയിൽ ഇതുപോലെ
സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നെക്സ്റ്റ് ലെയറായിട്ട് ഈ ഒരു ക്രീമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രീം ലെയർ എന്തായാലും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു ക്രീമും ആ ഒരു ബിസ്ക്കറ്റും പൈനാപ്പിളൊക്കെ വരുന്ന ആ ഒരു മിക്സാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ക്രീമി ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ വിപ്പിംഗ് ക്രീമും ഞാൻ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇതാ ഫൈനൽ ആയിട്ടുള്ള ഡെക്കറേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ആ ഒരു ബാക്കിയുള്ള പൈനാപ്പിൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ക്രീം ലെയറിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ പിന്നെ നമ്മൾ ഇനി ഡെക്കറേഷന് വേണമെങ്കിൽ നട്ട്സ് ആഡ് ചെയ്യുക, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ട്യൂട്ടി ഫ്രൂട്ടി അങ്ങനത്തെ ഐറ്റംസ് ചെറി എല്ലാം വേണമെങ്കിൽ കാണാനുള്ള ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ആണ്. വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വൈറ്റ് ചോക്ലേറ്റ് കയ്യിലുള്ളവർ മാത്രം ആഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അതിന് അല്ലാന്നുണ്ടെങ്കിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് നട്ട്സ്, പിസ്താഷ്യോ അങ്ങനെ ബദാം എല്ലാം കാഷ്യൂ വേണമെങ്കിലൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക. ഈദിനാണെങ്കിലും ഇഫ്താറിനാണെങ്കിലും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. നല്ല ഒരു ഹെവി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇതാ ഈ ഒരു എല്ലാ ലെയറും കൂടെ മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഈ ഒരു ക്രീമാണെങ്കിലും പൈനാപ്പിളും ബിസ്ക്കറ്റും പിന്നെ ആ ഒരു ബിസ്ക്കറ്റ് കോഫിയുടെ ആ ഒരു ഫ്ലേവറും എല്ലാം കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.